ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന ഭാഗം എബ്രായ ലേഖനം 7-ാം അധ്യായം, ഹീബ്രൂസ് ചാപ്റ്റർ 7. എബ്രായ ലേഖനം 7-ാം അധ്യായം, എബ്രായർ 7-ാം അധ്യായം. എല്ലാവരും എടുത്താട്ട് നമ്മൾ ഇന്ന് രാത്രിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഹീബ്രൂസ് ചാപ്റ്റർ 6 വേഴ്സ് 20, 20-ാമത്തെ വാക്യം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. പ്രധാനമായിട്ട് ദൈവത്തിൻ്റെ ദാസൻ എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ അവരുടേതായിരിക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന കാര്യം പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിച്ചിട്ട് അവർക്ക് അത് ഏറ്റെടുക്കുവാനായിട്ടുള്ള അവസ്ഥ, ഏറ്റെടുക്കുവാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് അവരുടേതായിരിക്കുന്ന ഒരു സ്പിരിച്വൽ വീക്ക്നെസ്സിനെ കുറിച്ച് ഒരു മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് പിന്നീട് താൻ തുടങ്ങുവാൻ പോകുന്ന ചാപ്റ്ററാണ് 7-ാം അധ്യായം. 7-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആ വാക്യം വായിക്കുവാൻ പോകുകയാണ്. ഹീബ്രൂസ് ചാപ്റ്റർ 7 വേഴ്സ് 1 to 3, 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് ആ ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ മൽക്കിസദേക്ക് എന്നുള്ള വിഷയത്തിലാണ് നാം നിൽക്കുവാൻ പോകുന്നത്. പ്രധാനമായിട്ട് നോട്ട് ചെയ്താട്ട് നമ്മൾ 7-ാം അധ്യായം, അതിൻ്റെ ഹെഡിങ് ക്രൈസ്റ്റ് സുപ്പീരിയോറിറ്റി in his priestly order. Christ superiority in his priestly order. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഔന്നത്യം, അതാണ് ചാപ്റ്റർ 7 പൂർണ്ണമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രധാനമായിട്ട് 7-ാം അധ്യായത്തെ 4 ഭാഗങ്ങളായിട്ട് നാം തിരിക്കുന്നു. വി മേ ഡിവൈഡ് ചാപ്റ്റർ 7 into 4. 4 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. ഒന്നാമത്തെ ഡിവിഷൻ, ഒന്നാമത്തെ ഭാഗം ഡിസ്ക്രിപ്ഷൻ ഓഫ് മൽക്കിസദേക്ക്. ഡിസ്ക്രിപ്ഷൻസ് ഓഫ് മൽക്കിസദേക്കിനെ കുറിച്ചുള്ള വിശദീകരണം. ഡിസ്ക്രിപ്ഷൻ ഓഫ് മൽക്കിസദേക്ക് ചാപ്റ്റർ 7 വേഴ്സ് 1 to 3, 7-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം. രണ്ടാമത് സുപ്പീരിയോറിറ്റി ഓഫ് മൽക്കിസദേക്ക്. superiority of Melchizedek. ബ്രാക്കറ്റിൽ നോട്ട് ചെയ്താട്ട് ഓവർ എബ്രഹാം, അബ്രഹാമിനേക്കാൾ മൽക്കിസദേക്ക് വലിയവൻ. വേഴ്സ് 4 to 10, 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. മൂന്നാമത്തെ ഭാഗം ആൻ അൺഎൻഡിങ് പ്രീസ്റ്റ്ലി ഓർഡർ. അവസാനിക്കാത്തതായിരിക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷ. An unending priestly order. Verse 11 to 25, 11 മുതൽ 25 വരെയുള്ള വാക്യം. നാലാമത്തെ ഭാഗമായിട്ട് സുപ്പീരിയർ ക്യാരക്ടർ ഓഫ് ദ പ്രീസ്റ്റ്. ഒരു പുരോഹിതൻ്റെ ശ്രേഷ്ഠമായിരിക്കുന്ന സ്വഭാവം. സുപ്പീരിയർ ക്യാരക്ടർ ഓഫ് ദ പ്രീസ്റ്റ്. വേഴ്സ് 26 to 28, 26 മുതൽ 28 വരെയുള്ള വാക്യം. നമ്മൾ എബ്രായ ലേഖനത്തെ 7-ാം അധ്യായത്തെ 4 ഭാഗങ്ങളായിട്ട് തിരിച്ചു. അതിൻ്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ഓഫ് മൽക്കിസദേക്കിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം. അത് 1 മുതൽ 3 വരെയുള്ള വാക്യം. രണ്ടാമത്തെ ഭാഗമായിട്ട് സുപ്പീരിയോറിറ്റി ഓഫ് മൽക്കിസദേക്ക് ഓവർ എബ്രഹാം. അബ്രഹാമിനേക്കാൾ മൽക്കിസദേക്കൻ വലിയവനെന്ന് വെളിപ്പെടുത്തുന്നു. 4 മുതൽ 10 വരെയുള്ള വാക്യം. മൂന്നാമത് അൺഎൻഡിങ് പ്രീസ്റ്റ്ലി ഓർഡർ. അവസാനിക്കാത്തതായിരിക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷ. 11 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. നാലാമതായിട്ട് സുപ്പീരിയർ ക്യാരക്ടർ ഓഫ് ദ പ്രീസ്റ്റ്. ഒരു പുരോഹിതൻ്റെ ശ്രേഷ്ഠമായിരിക്കുന്ന സ്വഭാവങ്ങൾ. 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ഇന്ന് രാത്രി നമ്മളതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നിൽക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഡിസ്ക്രിപ്ഷൻ ഓഫ് മൽക്കിസദേക്ക്. മൽക്കിസദേക്കിൻ്റെതായിരിക്കുന്ന വിശദീകരണം. മൽക്കിസദേക്കിൻ്റെ വിശദീകരണം. പ്രധാനമായിട്ട് നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത് മൽക്കിസദേക്ക് എന്ന് പറയുന്നത് ഒരു മർമ്മ വിഷയമാണ്, ഒരു മിസ്റ്ററിയാണ്. മൽക്കിസദേക്ക് ഇസ് മിസ്റ്ററി. വേദപുസ്തകത്തിൽ അനേക മർമ്മങ്ങളുള്ളതിൽ ഒരു മർമ്മമാണ് മൽക്കിസദേക്ക്. പൂർണ്ണമായിട്ട് വെളിപ്പെടാതിരിക്കുന്ന ഒരു മർമ്മമാണ്. എന്നാൽ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ പ്രത്യേകമായിരിക്കുന്ന ഭാഗം പറയുവാനുള്ള ഒരു കാരണമുണ്ട്. ചാപ്റ്റർ 5 വേഴ്സ് 10, 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഒന്ന് ശബ്ദമുയർത്തി ആരെങ്കിലും ഒരാൾ വായിച്ചാട്ട്. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം
വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ രണ്ട് വിധത്തിൽ, രണ്ട് ക്രമപ്രകാരമുള്ള പുരോഹിതന്മാരെയാണ് നമ്മൾ കാണുന്നത്. ശ്രദ്ധിക്കാൻ പറഞ്ഞ വേർഡ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ രണ്ട് ക്രമപ്രകാരമുള്ള പുരോഹിതന്മാരെ നമ്മൾ കാണുന്നു. അബ്രഹാമിൻ്റെ, നിങ്ങൾക്കറിയാം, ന്യായപ്രമാണ കാലം തുടക്കം മുതൽ, അഥവാ സീനായ് മലയിൽ ദൈവം ഇസ്രായേൽ മക്കളെ കൊണ്ടുവന്നു. ദൈവം അവർക്ക് അരുളപ്പാടും വെളിപ്പാടുകൾ കൊടുക്കുന്ന സമയത്താണ് ഒരു പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു കുടുംബത്തെ വേർതിരിക്കുവാനായിട്ട് അയക്കുന്നത്. അതാണ് അഹരോൻ. അഹരോന്റെ മുൻപിൽ ആരായിരുന്നു പുരോഹിതന്മാർ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അന്ന് കുടുംബത്തിന്റെ തലവനായിരുന്നു പുരോഹിതനായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ കുടുംബത്തിൻ്റെയും തലവന്മാർ അവർ ദൈവത്തിന് വേണ്ടി പൗരോഹിത്യ ശുശ്രൂഷ അവരുടെ ഭവനത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു ക്രമത്തെ നമ്മൾ കാണുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണം ലഭിച്ച കാലം മുതൽ ആണ് ഒരു ക്രമപ്രകാരം, ഒരു ഓർഡറിൽ ഒരു പ്രീസ്റ്റ്ഹുഡ് ശുശ്രൂഷ നടക്കുവാനായിട്ടിടയായിത്തീർന്നത്. പ്രധാനമായിട്ട് നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ രണ്ട് വിധത്തിലുള്ള ഓർഡറിനെ കാണുവാൻ സാധിക്കും. രണ്ട് വിധത്തിലുള്ള ക്രമപ്രകാരം, രണ്ട് രീതിയിൽ, രണ്ട് ലൈനായിട്ടാണ് പൗരോഹിത്യ ശുശ്രൂഷ മുൻപോട്ട് കടന്നു പോയത്. രണ്ട് രീതിയിൽ പൗരോഹിത്യ ശുശ്രൂഷ കടന്നുപോയി. വായിച്ചോട്ട് എബ്രായ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 7 വേഴ്സ് 11. ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കണം ഈ ഭാഗം. ലേവിയ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അഹരോന്റെ ക്രമപ്രകാരം. അപ്പോൾ ഒന്നാമത്തെ ക്രമമാണ്, ഒന്നാമത്തെ ഓർഡറാണ് അയരോനിക് ഓർഡർ. അഹരോൻ ക്രമപ്രകാരം, അഹരോന്റെ ക്രമം. ഒരു മിനിറ്റ്. അഹരോന്റെ ക്രമം, ഏരനിക് ഓർഡർ. അപ്പോൾ ഒന്നാമത്തെ ക്രമപ്രകാരം പുരോഹിത ശുശ്രൂഷയിലേക്ക് കടന്നു വന്നതാണ് അഹരോന്റെ ക്രമപ്രകാരം. അഹരോന്റെ ക്രമപ്രകാരം എന്ന് പറയുന്നത് അഹരോന് ശേഷം അഹരോന്റെ മക്കൾ പുരോഹിതന്മാരായിത്തീർന്നു. ആ കുടുംബത്തെയാണ് ദൈവം പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിച്ചത്. അപ്പോൾ അഹരോന്റെ കുടുംബത്തിലുള്ളവർ മാത്രമേ പൗരോഹിതന്മാരായി തീർന്നിട്ടുള്ളൂ. ദാവീദിന്റെ കാലത്താണ് ആ പുരോഹിതന്മാർ ഒത്തിരി പേരായപ്പോൾ ദാവീദ് ആ അഹരോന്റെ കുടുംബത്തെ 24 കൂറുകളായിട്ട്, 24 ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ കൂറുകൾക്കും ഓരോ കുടുംബത്തിനും ഓരോ പർട്ടിക്കുലർ സമയം പൗരോഹിത്യ ശുശ്രൂഷ കൊടുത്തതായിട്ട് കാണുവാൻ സാധിക്കും. അന്ന് ചരിത്രം പഠിപ്പിക്കുന്നത് ഒരാഴ്ചയായിരുന്നു അവരുടെ പൗരോഹിത്യ ശുശ്രൂഷയുടെ കണക്ക്. അപ്പോൾ 24 കൂറുകളായിട്ട് അഹരോന്റെ ഗണത്തെ, ആ കൂറുകളെ മാറ്റുവാനിടയായിത്തീർന്നു. രണ്ടാമത്തെ ക്രമം വായിച്ചോട്ടെ, അതേ ഭാഗം താഴോട്ട്. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം രണ്ടാമത്തെ ക്രമമാണ് ദ മൽക്കിസദേക്ക് ഓർഡർ. മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ രണ്ട് ക്രമത്തിലാണ്, രണ്ട് രീതിയിലാണ് ആ പൗരോഹിത്യ ശുശ്രൂഷ പോകുന്നത്. ഒന്ന് അഹരോന്റെ ക്രമപ്രകാരമെന്നും രണ്ട് മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമെന്നും. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇത് രണ്ടും രണ്ടായിട്ട് നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ആരാണ് മൽക്കിസദേക്ക്? മൽക്കിസദേക്ക് ആരാണ്? വേദപുസ്തകം ഒന്ന് വായിച്ചോട്ട് 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഇവിടെ പറയപ്പെടുന്ന ഒരു മൽക്കിസദേക്ക് എന്നുള്ള വേർഡ് നമ്മൾ കാണുകയാണ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് മൽക്കിസദേക്ക് എന്നുള്ള വേർഡ് 3 ഭാഗങ്ങളിലാണ് നമ്മൾ കാണുന്നത്. ഇൻ ബൈബിൾ വി ക്യാൻ സീ ഇൻ 3 പോർഷൻസ്. 3 പ്രത്യേകമായിരിക്കുന്ന ഭാഗങ്ങളിലാണ് മൽക്കിസദേക്കിനെ നമ്മൾ കാണുന്നത്. ശ്രദ്ധിച്ച് നോട്ട് ചെയ്താട്ട് 3 ഭാഗങ്ങളിൽ മൽക്കിസദേക്കിനെ നമ്മൾ കാണുന്നു. ഇൻ 3 പോർഷൻ വി ക്യാൻ സീ മൽക്കിസദേക്ക്. അതിന്റെ ഒന്നാമത്തെ പോർഷൻ, the first portion, Genesis chapter 14 verse 18. ഉൽപ്പത്തി 14-ാം അധ്യായം 18-ാമത്തെ വാക്യം. Genesis 14 verse 18. ശാലേം രാജാവായ മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു.
അവിടെ പറയുന്നു ശാലേം രാജാവായിരുന്ന മൽക്കസദേക്ക്. അപ്പോൾ അന്ന് ആ സമയത്ത് ജീവിച്ചു വന്ന ഒരു രാജാക്കന്മാരിൽ ഒരുവനായിട്ടാണ് മൽക്കസദേക്ക് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ് ഇവിടെ മൽക്കസദേക്ക് എന്ന് പറയുന്നത് അബ്രഹാമിന്റെ കാലത്ത് ജീവിച്ചു വന്നിരുന്ന ഒരു രാജാവായിട്ട് നമ്മൾ കാണുന്നു. ഒരു രാജാവായിരുന്നു മൽക്കസദേക്ക്. എന്നാൽ ഈ മൽക്കസദേക്കിനെ പിന്നെ നമ്മൾ കാണുന്നത് 110 സങ്കീർത്തനം 4 വാക്യം. സാംസ് 110 വേഴ്സ് 4. 110 സങ്കീർത്തനം 4 വാക്യം. സാം 110 വേഴ്സ് 4. ഇവിടെ മൽക്കിസദേക്ക് എന്ന് പറയുന്ന ഒരു പ്രൊഫറ്റിക് വേർഡായിട്ട് കൊടുത്തിരിക്കുക, ഒരു പ്രൊഫസി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ആദ്യം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത് അക്ഷരീയമായിട്ട് ആ ലോകത്തിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു രാജാവ്. എന്നാൽ 110 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ മൽക്കിസദേക്ക് എന്ന് പറയുന്നത് ഒരു പ്രൊഫസി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നീ മൽക്കിസദേക്കിന്റെ വിധത്തിൽ ഒരു ക്രമപ്രകാരം ഒരു പുരോഹിതൻ. നിങ്ങൾക്കറിയാം അത് ആരെക്കുറിച്ച് പറയുന്നു? കർത്താവായ യേശുവിനെയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. യേശു ക്രിസ്തു മൽക്കിസദേക്കിന് ക്രമപ്രകാരം ഒരു പുരോഹിതൻ. അതൊരു പ്രൊഫറ്റിക് വേയിലാണ് ആ വേർഡ് കൊടുത്തത്. മൂന്നാമത് നമ്മൾ കാണുന്ന ഭാഗമാണ് ഹീബ്രൂസ് ചാപ്റ്റർ 5-7. എബ്രായ ലേഖനം 5 മുതൽ 7 വരെ. എബ്രായർ 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ, പ്രധാനമായിട്ട് 6 അധ്യായം 20 വാക്യം. ചാപ്റ്റർ 6 വേഴ്സ് 20. അവിടെ പറയുന്നു യേശു മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി. അത് ഒരു കംപ്ലീറ്റഡ് ആയിരിക്കുന്ന ഒരു പ്രൊഫസി ആയിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ മൽക്കിസദേക്ക് വേദപുസ്തകത്തിൽ 3 ഭാഗങ്ങൾ നമ്മൾ കാണുന്നു. ഒന്ന്, ആ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് ആ കാലത്ത് ജീവിച്ചിരുന്ന രാജാക്കന്മാരിൽ ഒരുവൻ, ശാലേം രാജ്യത്തിന്റെ രാജാവായിരുന്ന ഒരുവൻ. രണ്ടാമത് നമ്മൾ മൽക്കിസദേക്കിനെ കാണുന്നത് ഒരു പ്രൊഫറ്റിക് വേയിലാണ്, ഒരു പ്രൊഫസി കൂടെയാണ്. അത് ആരെ ചൂണ്ടിക്കാണിക്കുന്നു? കർത്താവായ യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്നു. യേശു, വരുവാൻ പോകുന്ന യേശു മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ഒരു പുരോഹിതൻ എന്നുള്ളത് അവിടെ വെളിപ്പെടുത്തുകയാണ്. മൂന്നാമത് നമ്മൾ കാണുന്നത് എബ്രായ ലേഖനത്തിൽ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ഈ മൽക്കിസദേക്ക് നിവർത്തിക്കപ്പെടുകയാണ്. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞ വേർഡ് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ഈ മൽക്കിസദേക്ക് നിവർത്തിക്കപ്പെടുകയാണ്. ആ പ്രൊഫസിയുടെ ഒരു ഫുൾഫിൽമെന്റ് നമ്മളിവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് മൽക്കിസദേക്ക് എന്നുള്ള വേർഡ് നമ്മൾ കാണുമ്പോൾ 2 രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ആ കാലത്ത് അബ്രഹാമിന്റെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ശാലേം രാജ്യത്ത് രാജാവായിരുന്ന ഒരു വ്യക്തിയായിട്ടും. 2, അതേ അളവിൽ തന്നെ അതേ വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രമപ്രകാരം യേശുക്രിസ്തുവിൽ കൂടെ ആ വ്യക്തി നിവർത്തിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ, വേറെ രീതിയിൽ പറഞ്ഞാൽ ഈ മൽക്കിസദേക്ക് എന്ന് പറയുന്നത് കർത്താവായ യേശുവിന്റെ ഒരു ടൈപ്പാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു ടൈപ്പായിട്ട് മൽക്കിസദേക്കിനെ കാണുവാൻ സാധിക്കും. നോട്ട് ചെയ്താട്ട് ഇന്ന് രാത്രി പ്രധാനമായിട്ട് നമ്മൾ ആ ഭാഗമായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. മൽക്കിസദേക്ക് എന്ന് പറയുന്നത് കർത്താവായ യേശുവിന്റെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഈ മൽക്കിസദേക്കും കർത്താവായ യേശുവും തമ്മിൽ ഒത്തിരി സാമ്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ആരാണ് ഈ മൽക്കിസദേക്ക്? പ്രധാനമായിട്ട് ഇന്ന് നമ്മൾ 3 രീതിയിലുള്ള ചിന്തകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഹൂ ഈസ് മൽക്കിസദേക്ക്? ഒന്ന് നോട്ട് ചെയ്താട്ട്. പ്രധാനമായിട്ട് 3 രീതിയിലാണ് ആ മൽക്കിസദേക്കിനെ കുറിച്ച് നമ്മൾ കാണുന്നത്. അതിനകത്ത് നമുക്ക് എന്താണ് യോഗ്യമായിട്ടുള്ളത് നമുക്കത് ഏറ്റെടുക്കുവാനായിട്ട് സാധിക്കും. ഒന്നാമത് യഹൂദ പാരമ്പര്യം അഥവാ യഹൂദ എഴുത്തുകാർ എഴുതി വെക്കപ്പെട്ടിരിക്കുന്ന അവരുടെ ലിഖിതങ്ങളിൽ വെളിപ്പെടുത്തപ്പെട്ട ഒരു കാര്യമാണ് ഈ മൽക്കിസദേക്ക് എന്ന് പറയുന്നത് നോഹയുടെ മകനായിരുന്ന ശേം ആയിരുന്നു. ശേം. ഉൽപ്പത്തി പുസ്തകം 11 അധ്യായം 10 വാക്യം. ജനസിസ് ചാപ്റ്റർ 11 വേഴ്സ് 10. ശേമിന്റെ വംശപാരമ്പര്യമാവത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന യാതൊരു തെളിവും നമുക്ക് പറയുവാനില്ല, അവർക്കും തരുവാനില്ല. എങ്കിലും അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ശേമിന്റെ, നോഹയുടെ മകനാകുന്ന ശേമായിരുന്നു. ശേമിന്റെ മറ്റൊരു പേരാണ് മൽക്കിസദേക്ക് എന്ന് പറയുന്നത്. കാരണം അബ്രഹാം ജീവിച്ചിരുന്ന അതേ കാലയളവിൽ തന്നെ
അബ്രഹാമിനെ അനുഗ്രഹിക്കുവാൻ കടന്നു വന്ന മൽക്കിസദേക്ക് ഇതേ കാലയളവിൽ തന്നെ ശേം ജീവിച്ചിരുന്നതായിട്ട് നമുക്ക് തിരുവഴുത്തിലെ തെളിവുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം വംശാവലി നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ അവർ ജീവിച്ചിരുന്നതായിരിക്കുന്ന ആയുഷ്കാലം നമ്മൾ എടുത്ത് പഠിക്കുന്നതായ സമയത്ത് അബ്രഹാം ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന അതേ കാലം തന്നെ, ഏകദേശം അബ്രഹാമിന് 200 വർഷത്തെ ആയുസ്സുള്ള അതേ കാലങ്ങൾ തന്നെ ഈ ശേം ജീവിച്ചിരുന്നതായിട്ട് ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ ശേം എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം, അബ്രഹാമിന്റെ വല്യപ്പച്ചന്റെ പേരാണ് ശേം. ശേമിന്റെ പാരമ്പര്യത്തിൽ നിന്നാണ് അബ്രഹാം കടന്നു വരുവാൻ ഇടയായിട്ടുള്ളത്. അതാണ് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മളെ പ്രധാനമായിട്ട് പഠിപ്പിക്കുന്നത്. ശേമിന്റെ വംശ പാരമ്പര്യത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് അതൊന്ന് കണക്ക് നിങ്ങൾ നോക്കുക, നിങ്ങൾ കാണുവാൻ സാധിക്കും. ശേമിന്റെ മക്കള്, അതിനുശേഷം ഉണ്ടായ മക്കൾ, പിന്നീട് തെരഹ് വരുന്നു. തെരഹ് അബ്രഹാമിനെ ജനിപ്പിക്കുന്നു. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ പ്രധാനമായിട്ട് യഹൂദ എഴുത്തുകാരെ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ഈ ശേം ആയിരിക്കണം ഈ മൽക്കിസദേക്ക് എന്ന് പറയുന്നു. കാരണം അന്ന് പുരോഹിതന്മാരായി തീർന്നത് നിങ്ങൾക്കറിയാം, പാട്രിയാക്സ്. അവരുടെ കാലങ്ങളിൽ അന്ന് പുരോഹിതന്മാരായിരുന്നവര് ആ കുടുംബത്തിന്റെ തലവന്മാരായിരുന്നു. അതുകൊണ്ട് അതായിരിക്കാനാണ് ചാൻസ്. എന്നാൽ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ അതിന് എതിരായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം എബ്രായ ലേഖനം 7-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നാട്ട് അവന് പിതാവില്ല. അപ്പോൾ ശേമിന്റെ പിതാവിനെ കുറിച്ച് വ്യക്തമായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ ഇവിടെ മൽക്കിസദേക്കിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്, ഇവിടെ ആ മൽക്കിസദേക്കിന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല. നിങ്ങൾക്ക് അത് അങ്ങനെയുള്ള യാതൊന്നും അവിടെ കാണുവാൻ സാധിക്കും. അതുകൊണ്ട് എന്താണെന്നുള്ളത് അതൊരു ചോദ്യമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്ന് പറയുന്നത് തിയോഫിനി. നോട്ട് ചെയ്താട്ട്, തിയോഫിനി, THEO PHANY, Theophany, or Christophany, CHRIST OPHANY. എന്താണ് തിയോഫനി എന്ന് പറഞ്ഞാൽ? തിയോഫനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ സ്വർഗ്ഗസ്ഥനായ ദൈവം ആത്മരൂപത്തിലാകുന്നുവെങ്കിലും കാലാകാലങ്ങളിൽ ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുവാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം എടുത്തതായിരിക്കുന്ന മാനുഷിക വേഷമാണ്, അഥവാ മനുഷ്യനായിട്ട് ദൈവം ആ പർട്ടിക്കുലർ സമയത്തെ കടന്നു വരുന്ന ആ വരവിനാണ് തിയോഫനി എന്ന് പറയുന്നത്. ദൈവം ഒരു വിസിബിളായി മാറ്റപ്പെടുന്നു, ദൈവം തന്നെ വിസിബിളായിട്ട് കാണിക്കുന്നു. ഈ തിയോഫനിയാണ് പ്രധാനമായിട്ട് യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. യെശയ്യാ chapter 6 verse 1. വേദപുസ്തകത്തിൽ ഒത്തിരി ഭാഗങ്ങൾ നമുക്ക് ഈ ഒരു കാഴ്ച കാണുവാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, അബ്രഹാം കൂടാരത്തിലായിരുന്നപ്പോൾ 3 പുരുഷന്മാർ അബ്രഹാമിന്റെ അടുക്കിലേക്ക് വന്നത് നിങ്ങൾക്കറിയാം. ആ 3 പുരുഷന്മാർ ആ ഹോൾ ചാപ്റ്റർ നമ്മൾ പഠിക്കാമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, തൃത്വമാകുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ 3 പേഴ്സണാലിറ്റീസിനെയാണ് നമ്മൾ ആ ഭാഗത്ത് കാണുന്നത്. ഇവിടെ എന്തായിട്ടാണ് കാണുന്നത്? ദൂതനായിട്ട് കാണുന്നു. ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ ആത്മരൂപിയായതുകൊണ്ട്, ദൈവത്തിന് വെളിപ്പെടുത്തുവാൻ സാധ്യമാകാത്തത് കൊണ്ട് ദൈവം തന്നെ വെളിപ്പെടുത്തുവാനായിട്ടിടയായിത്തീരുന്നു. ദൈവം തന്നെ മനുഷ്യർക്ക് വെളിപ്പെടുത്തുന്നു. അതാണ് തിയോഫനി. രണ്ടാമത്തെ അവരുടെ വാദം എന്ന് പറയുന്നത്, മൽക്കിസദേക്ക് എന്ന് പറയുന്നത് ഒരു തിയോഫനി, ദൈവം മനുഷ്യർക്ക് വെളിപ്പെട്ടതായിരിക്കുന്ന ഒരു രൂപം എന്ന് പറഞ്ഞാൽ, അബ്രഹാമിന്റെ ഈ പ്രത്യയമായിരിക്കുന്ന സമയത്ത് അബ്രഹാമിനെ എതിരേൽക്കുവാൻ ഇടയായിത്തീർന്ന മൽക്കിസദേക്ക് എന്ന് പറയുന്നത് കർത്താവായ യേശു തന്നെ ആയിരുന്നു എന്ന് അവിടെ ഒരു ഭാഗം ചൂണ്ടിക്കാണിക്കുന്നു. അതിനും ചില പ്രധാനപ്പെട്ട എതിര് അഭിപ്രായങ്ങളുണ്ട്. കാരണം ആ ഭാഗം നമ്മൾ വായിച്ചപ്പോൾ കണ്ടു, നീ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ മൽക്കിസദേക്കും കർത്താവായ യേശുവും രണ്ടാണെന്നുള്ളത് ആ ഭാഗത്ത് ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് അതും ഒരു ചിന്താഗതിയായിട്ട് അവിടെ കിടക്കുകയാണ്. രണ്ടാമത്തെ ചിന്ത എന്ന് തിയോഫനി. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, he was a Canaanite king. ഒരു കനാന്യ രാജ്യത്തിന്റെ രാജാവായിരുന്നു. ലിറ്ററലി ആ പർട്ടിക്കുലർ സമയത്ത് ജീവിച്ചിരുന്ന ഒരു രാജാവ്. പ്രധാനമായിട്ട് അതിന്റെ ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം
14 അധ്യായം ഹീബ്രൂസ് ചാപ്റ്റർ 14. Genesis chapter 14, verse number 18 and 19. 18-19 വാക്യം. ശാലേം രാജാവായ മൽക്കീസെദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. നമ്മളിവിടെ കാണുന്നത് ശാലേം രാജാവായിരിക്കുന്ന മൽക്കീസെദെക്ക്. അപ്പോൾ അന്നത്തെ ആ ശാലേം എന്നുള്ള സ്ഥലത്തിലെ രാജാവായിരുന്നു ഈ മൽക്കീസെദെക്ക്. ശാലേം എന്ന് പറയുന്നത് ഇന്നത്തെ ജെറുസലേമിന്റെ പഴയ പേരായിരുന്നു. ഞാൻ ആ വിഷയത്തിൽ ഞാൻ കടന്നു വരുന്നുണ്ട്, അതിന്റെ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇന്നത്തെ ഇസ്രയേൽ അഥവാ പഴയ ശാലേമിലെ അന്ന് അവിടെ ജീവിച്ചിരുന്ന രാജാക്കന്മാരിൽ ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാരിൽ ഒരുവനായിരുന്നു ഈ മൽക്കീസെദെക്ക് എന്ന് ആയിരിക്കുന്ന വ്യക്തി. ആ വ്യക്തി ഒരു രാജാവായിരിക്കുമ്പോൾ തന്നെ ആരുടെ ആയിരുന്നു? അവിടെ പറയുന്നു അവൻ അത്യുന്നതനായിരിക്കും ദൈവത്തിന്റെ പുരോഹിതനുമായിരുന്നു. അപ്പോൾ രാജാവും പുരോഹിതനും ഒരുമിച്ച് ചേർന്നുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ മൽക്കീസെദെക്ക് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ്. അദ്ദേഹം ഒരു രാജാവായിരുന്നു, ദ സെയിം ടൈം ഒരു പുരോഹിതനുമായിരുന്നു. ആരുടെ പുരോഹിതനായിരുന്നു? ആ വേർഡ് കൊടുത്തിരിക്കുന്നത് അത്യുന്നതനായിരിക്കും ദൈവം, എൽ എലിയോൺ എന്ന് പറയുമ്പോൾ അവിടെ ദൈവത്തെ വിളിക്കുന്ന വേറെ പേരാണ് എൽ എലിയോൺ എന്ന് പറയുമ്പോൾ മറ്റുള്ള സകല ദേവന്മാരെക്കാൾ വലിയവൻ എന്നുള്ളതാണ് ഈ വാക്കിന്റെ അർത്ഥം. ഈ എൽ എലിയോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, വേദപുസ്തകത്തിൽ പല സന്ദർഭങ്ങളിൽ പല ഭാഗങ്ങളിൽ ദൈവത്തെ അത്യുന്നതനായിരിക്കും ദൈവമെന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട്. ആ പ്രത്യേകമായിരിക്കുന്ന സമയത്തൊക്കെ ദൈവത്തിന്റെ ചില പ്രത്യേക ക്യാരക്ടേഴ്സ് വെളിപ്പെടുത്തുവാനാണ് അത്യുന്നതനായിരിക്കും ദൈവം എന്ന് വെളിപ്പെടുത്തി. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ ഏത് പേരുകളും ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ദൈവം എന്ന് നമ്മൾ വിളിക്കുമ്പോൾ, എലോഹീം എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അതിന്റെ അർത്ഥം സൃഷ്ടാവാം ദൈവം എന്നുള്ളതാണ്. ജഹോവ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അതിന്റെ അർത്ഥം മനുഷ്യനുമായിട്ട് ഉടമ്പടി ചെയ്ത ഒരു ദൈവം എന്ന് വിളിക്കുകയാണ്. എന്ന് പറഞ്ഞ പോലെ എൽ എലിയോൺ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്തത് ആ വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് അത്യുന്നതനായിരിക്കും ദൈവം. ഈ വേർഡ് യൂസ് ചെയ്ത 2-3 സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, ശദ്രക് മേശക് അബേദ്നെഗോവിനെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ തീച്ചുളയിൽ ഇടുവാൻ ഒരുക്കമായിട്ട് കൊണ്ടുവന്ന സമയത്ത് ശദ്രക് മേശക് അബേദ്നെഗോ രാജാവിനോട് പറയുന്നൊരു വാക്കുണ്ട്, ഈ അത്യുന്നതനായിരിക്കും ദൈവം ഞങ്ങളെ വിടുവിക്കും എന്ന് പറഞ്ഞാൽ ഈ രാജാവ് തിരിച്ചു എന്ന് ഇവരുടെ തീയിൽ ഇവരായിരിക്കുമ്പോൾ ഇവരുടെ കെട്ടുകളൊക്കെ കത്തി ചാമ്പലായെങ്കിലും ഇവരുടെ ശരീരത്തിൽ ഇവരുടെ ഉടുപ്പിന് പോലും ഒരു കരിയുടെ മണം അഥവാ ഒരു തീയുടെ മണം ഏൽക്കാതെ ഇരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ രാജാവ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, അത്യുന്നതനായിരിക്കും ദൈവത്തിന്റെ ദാസന്മാരായിരിക്കുന്ന ശദ്രക് മേശക് അബേദ്നെഗോവേ. എന്താ വാക്കിന്റെ അർത്ഥം? അതിന്റെ ഒന്നാമത്തെ അർത്ഥം, അത്യുന്നതനായിരിക്കും ദൈവമെന്ന് ഈ ദൈവത്തെ അവർ വിളിച്ചപ്പോൾ അവർ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, തീയുടെ മേൽ അധികാരമുള്ള ഒരു ദൈവമാണ് ഈ ദൈവം. തീയുടെ മേൽ ഈ ദൈവത്തിന് അധികാരമുണ്ട്. 2, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദാനിയേൽ സിംഹത്തിന്റെ കുഴിയിൽ കിടക്കുമ്പോൾ ദൈവത്തോട് ഇപ്രകാരം പറയുണ്ടായി, രാജാവിനോട് പറയുണ്ടായി, എന്റെ ദൈവം എന്നെ വിടുവിക്കും. അവിടെയും നമ്മൾ കോട്ട് ചെയ്യുന്ന വേർഡ് എന്ന് പറയുന്നത് അത്യുന്നതനായിരിക്കും ദൈവം. എന്താ അവിടെ വെളിപ്പെടുത്തുന്നത്? സിംഹത്തിന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിപ്പാൻ ശക്തനാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ രാജകൽപ്പന വരെ മഹത്ത് ദൈവത്തിന്റെ നിയമത്തിന് വേണ്ടി നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ അവർ നിൽക്കുവാൻ ഇടയായി തീർന്നത് ചില കെട്ടുകഥകളുടെ മുൻപിലല്ല. അവർ നിന്നത് ദൈവത്തെ അവർ ആരെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തെ ഞാൻ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ദൈവം ആരെന്ന് മനസ്സിലാക്കി വിളിക്കാത്തിടത്തോളം കാലം ആ വിളിക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. യേശു എന്ന് ഞാൻ വിളിക്കുമ്പോൾ അതിന്റെ അർത്ഥമുണ്ട്, അവൻ എന്റെ പാപത്തിന് വേണ്ടി യാഗമായി തീർന്നു എന്നുള്ളതാണ് യേശു എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പോൾ യേശുവേ എന്ന് ഞാൻ വിളിക്കുമ്പോൾ അതിന്റെ അർത്ഥം അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നവൻ. അത്യുന്നതനായിരിക്കും ദൈവം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം രാജാക്കന്മാരുടെ മേൽ അധികാരമുള്ളവൻ, തീയുടെ മേൽ അധികാരമുള്ളവൻ, ഈ ലോകത്തിന്മേൽ അധികാരമുള്ളവൻ. ഇന്ന് രാത്രി ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുള്ള മധ്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, എന്റെ ദൈവത്തിന്റെ മറ്റൊരു പേരാണ് ഈ എൽ എലിയോൺ, അത്യുന്നതനായിരിക്കും ദൈവം.
ഇവിടെ ആര് മനസ്സിലാക്കി? അബ്രഹാം അത് മനസ്സിലാക്കി. ആരിത് മനസ്സിലാക്കി? ഈ മൽക്കിസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്ന ആ സമയത്ത് അനുഗ്രഹം പ്രൊക്ലെയിം ചെയ്യുന്നത് അത്യുന്നതനായിരിക്കും ദൈവത്തിന്റെ നാമത്തിലാണ് പ്രൊക്ലെയിം ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഓരോ പ്രൊക്ലമേഷനും ഓരോ ബെനഡിക്ഷനും ഒരു വേർഡ് യൂസ് ചെയ്യുമ്പോൾ ആ ബെനഡിക്ഷന് അതിന്റെ അർത്ഥമുണ്ട്. ആ കവറിങ്ങിലാണ് ആ ജനമായിരിക്കുന്നത്. ഇവിടെ മൽക്കിസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചപ്പോൾ ഇപ്രകാരമാണ് അനുഗ്രഹിച്ചത്, അത്യുന്നതനായിരിക്കും ദൈവത്തിന്റെ നാമത്തിൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ ദൈവം ആരെന്ന് മനസ്സിലാക്കി. ഇതുകൊണ്ടാണ് അബ്രഹാമിന്റെ ജീവിതത്തിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നു വന്നത്. എന്താണെന്ന് അറിയാമോ? തനിക്ക് ലഭിച്ചതായിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന നന്മ, കൊള്ളയിൽ നിന്ന് കിട്ടുന്നതായിരിക്കുന്ന കൊള്ള, അത് തനിക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കുമെന്ന് സോദോം രാജാവ് പറഞ്ഞപ്പോഴും അബ്രഹാം ഒരു കാര്യം പറഞ്ഞു, നീ അബ്രഹാമിനെ സമ്പന്നനാക്കി എന്ന് പറയാതിരിക്കേണ്ടതിന് ഇതിൽ നിന്നൊരു ചെരുപ്പാകട്ടെ, ഒരു ചെരുപ്പുവാറാകട്ടെ ഞാൻ എടുക്കുകയില്ല. എന്താ പറഞ്ഞത്? അർത്ഥമെന്നാണെന്നറിയാമോ? ഞാൻ വിളിച്ചൊരു ദൈവം, എന്നെ അനുഗ്രഹിച്ച ഒരു ദൈവം അത്യുന്നതനായിരിക്കും ദൈവമാണ്. അവൻ അത്യുന്നതനായിരിക്കും ദൈവമായതുകൊണ്ട് മാനുഷികമായിരിക്കുന്ന കരങ്ങളോ മാനുഷികമായിരിക്കുന്ന സഹായമോ മാനുഷികമായ ശക്തിയോ എനിക്ക് വേണ്ട. സ്വർഗ്ഗത്തിൽ ദൈവം എന്നെ അനുഗ്രഹിപ്പാൻ ശക്തൻ. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം ആരെന്ന് മനസ്സിലാക്കി ആ ദൈവത്തെ ആ പേരിൽ വിളിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കാണുവാൻ സാധിക്കും. ഇവിടെ അബ്രഹാം മനസ്സിലാക്കി അവൻ അത്യുന്നതനായിരിക്കുന്ന അവിടെ അബ്രഹാം ഈ മൽക്കിസദേക്കിനെ കുറിച്ച് പറയുകയാണ്, അവൻ അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അപ്പോൾ ഈ മൽക്കിസദേക്ക് എന്ന് പറയുന്നത് രാജാവാണ്, മൽക്കിസദേക്ക് പുരോഹിതനാണ്. മൽക്കിസദേക്കിന്റെ ജീവിതത്തിൽ പല അർത്ഥങ്ങളെ നമ്മൾ കാണുവാൻ സാധിക്കും. തുടർന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ഈ മൽക്കിസദേക്കിന്റെ 8-fold പ്രത്യേകതകൾ, ക്രിസ്തുവുമായിട്ടുള്ള 8 വിധ താരതമ്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുവാൻ പോകുകയാണ്. 8-fold type of Christ, 8 വിധ പ്രത്യേകതകൾ, കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള 8 വിധ താരതമ്യങ്ങൾ. ഇവിടെ ഞാൻ ചിന്തിച്ചു വന്ന ഭാഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ അവിടെ അവസാനിപ്പിക്കട്ടെ. ഇവിടെ നമ്മൾ കാണുന്നത് മൂന്നാമത്തെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അന്നത്തെ കാലത്തെ ഒരു രാജാവായിട്ട് നമ്മൾ കാണുവാൻ സാധിക്കുന്നു. ഒരു പക്ഷെങ്കിൽ നമുക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കുന്ന ഒരു ചിന്ത കൂടുതലും അതായിരിക്കാനാണ് ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ പ്രധാനമായിട്ട് ഇവിടെ നമ്മൾ കാണുമ്പോൾ എബ്രായ ലേഖനത്തിൽ കടന്നു വരുമ്പോൾ അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവും ഇല്ല എന്നുള്ള ആ വേർഡ് എന്ന് പറയുന്നത് ഒരു പക്ഷെങ്കിൽ ഈ യേശുക്രിസ്തുവിന്റെ ടൈപ്പായിട്ട് മൽക്കിസദേക്കിനെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചത് കൊണ്ട് ആ ഭാഗം സൈലന്റ് ആയിട്ടായിരിക്കും. നിങ്ങൾക്കറിയാം, കർത്താവായ യേശു അല്ലാതെ ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ പോലും പിതാവ് ഇല്ലാതെ ജനിച്ചിട്ടില്ല. ബാക്കി എല്ലാവരുടെയും ജീവിതത്തിൽ പിതാവുണ്ട്, മാതാവുണ്ട്, ജീവാരംഭമുണ്ട്, ജീവാവസാനമുണ്ട്. എന്നാൽ ഈ ലോകത്തിൽ ജനിക്കപ്പെട്ടതായിരിക്കുന്ന യേശുക്രിസ്തുവിനല്ലാതെ മറ്റൊരു വ്യക്തിക്ക് പോലും ജീവാരംഭം ഇല്ലാത്തത് ഇല്ല. കർത്താവായ യേശുവിന് ജീവാരംഭമില്ല. കാരണം യേശു ഈ ലോകത്തിൽ ജനിച്ചപ്പോഴല്ല യേശുവിന്റെ ജീവിതം ആരംഭിച്ചത്. യേശു ഈ ലോകത്തിൽ കടന്നു വന്നത് 2000 കൊല്ലങ്ങൾക്ക് മുമ്പാണെങ്കിൽ ആദിയിൽ തന്നെ കർത്താവായ യേശു ഉണ്ടായിരുന്നത് കൊണ്ട്, അവൻ വചനമാം ദൈവമായിരുന്നത് കൊണ്ട്, ആ വചനമാം ദൈവം ജഡമായി ഈ ഭൂമിയിൽ അവതരിച്ചത് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, യേശുവിന് ഒരാരംഭമില്ല, യേശുവിന് ഒരു തുടക്കം പറയുവാനായിട്ടില്ല. കാരണം യേശു ദൈവമാണ്. ദൈവത്തിന് എന്തില്ല? ദൈവത്തിന് തുടക്കമില്ല. ദൈവത്തിന് എന്തില്ല? ദൈവത്തിന് എന്തില്ല, ഒരവസാനമില്ല. ദൈവത്തെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ചെയ്ത് ദൈവത്തെ കൊല്ലുവാൻ തക്കവണ്ണം ആർക്കും സാധ്യമല്ല. കാരണം ഹി ഈസ് ദി ഓൾമൈറ്റി. അവൻ സർവശക്തനായതുകൊണ്ട്, അവൻ സർവത്തിനും കഴിവുള്ള ദൈവമായതുകൊണ്ട് ഈ ദൈവത്തെ ആ രീതിയിൽ ജീവാരംഭമോ ജീവാവസാനമോ പറയുവാനായിട്ട് സാധ്യമല്ല. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ മൽക്കിസദേക്ക് എന്ന് പറയുന്നത് കർത്താവായ യേശുവിനെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചത് കൊണ്ട് ഒരു പക്ഷെങ്കിൽ വേദപുസ്തകത്തിൽ ആ ഒരു ഭാഗം സൈലന്റ് ആക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ചിന്തിക്കുന്ന 8 വിധമായിരിക്കുന്ന യേശുവുമായിട്ടുള്ള താരതമ്യം. ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മൽക്കിസദേക്ക് ആരായിരുന്നു? വായിച്ചിട്ട് അതിന്റെ 14-ാം അധ്യായം ചാപ്റ്റർ 14, ജനസിസ് ചാപ്റ്റർ 14 വേഴ്സ് 18, 18-ാമത്തെ വാക്യം. ശാലേം രാജാവ്. ഈ മൽക്കിസദേക്ക് ഒന്നാമത്തെ പ്രത്യേകത, അവൻ രാജാവായിരുന്നു. ഹി വാസ് എ കിങ്. യേശുക്രിസ്തുമാർക്ക് താരതമ്യമാണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ഈ മൽക്കിസദേക്കിനെ കുറിച്ച് പറയുന്നു, അവൻ രാജാവായിരുന്നു.
ഒരു രാജാവ്. ഈ രാജാവായിരുന്നുവെന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ കർത്താവായ യേശുക്രിസ്തുമായിരിക്കുന്ന ബന്ധം. നമുക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്കറിയാം, യേശു ആരായിട്ട് ഭരിപ്പാൻ പോകുന്നു? രാജാവായിട്ട്. അങ്ങനെയെങ്കിൽ മൽക്കിസദേക്ക് ഒരു രാജാവായിരുന്നത് പോലെ കർത്താവായ യേശുവും ആരാകുന്നു? ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ്. മൽക്കിസദേക്ക് ഒരു രാജാവായിരുന്നത് പോലെ യേശു ആരാകുന്നു? അപ്പോൾ യേശു എന്ന് പറയുന്നത് ഹി ഈസ് ദ കിങ്. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ വേർഡ്. മൽക്കിസദേക്ക് വാസ് എ കിങ്. എന്നാൽ യേശു വാസല്ല, യേശു ഈസ് ദ കിങ്. യേശു രാജാവായിരിക്കുന്നു. കാരണം നമുക്കറിയാം, യേശുക്രിസ്തു ഈ ലോകത്തിൽ ഭരിക്കുവാനായിട്ട് കടന്നു വരുന്നു. ഒരു ഏകാധിപതി ഭരിക്കുവാനായിട്ട് കടന്നു വരുന്ന ആ യേശുക്രിസ്തു ഒരു രാജാവായിട്ട് ഭരിക്കുവാൻ കടന്നു. അങ്ങനെയെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും തമ്മിലൊരു സാമ്യമുണ്ട്. രണ്ടുപേരും ആര് തന്നെയാ? രാജാക്കന്മാരാണ്. രണ്ടാമത്തെ പ്രത്യേകത, രണ്ടുപേരും ദ കിങ് ഓഫ് റൈച്ചസ്നെസ്. അവൻ നീതിയുടെ രാജാവ്. വായിച്ചോട്ടെ എബ്രായലേഖനം 7-ാം അധ്യായം. ഹീബ്രൂസ് ചാപ്റ്റർ 7 വേഴ്സ് 2. 7-ാം അധ്യായം 2-ാമത്തെ വാക്യം. രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വരുന്ന അബ്രഹാമിനെതിരെ അനുഗ്രഹിച്ചു. അബ്രഹാം സകലത്തിലും 10 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവ്. അപ്പോൾ മൽക്കിസദേക്കിന്റെ പേരിന്റെ അർത്ഥം നീതിയുടെ രാജാവ്, ദ കിങ് ഓഫ് റൈച്ചസ്നെസ്. അവൻ നീതിയുടെ രാജാവ്, അവൻ നീതിയുടെ രാജാവാണ്. കിങ് ഓഫ് റൈച്ചസ്നെസ്. മൽക്കിസദേക്ക് എന്ന് പറയുന്നത് 2 എബ്രായ വേർഡ് ഒരുമിച്ച് ചേർന്ന വേർഡാണ്. അതിൽ ദ ഫസ്റ്റ് വേർഡ് മേലക്, MELEK. 2 എബ്രായ വേർഡ് ഒരുമിച്ച് ചേർന്നതാണ് മൽക്കിസദേക്ക്. അതിന്റെ ഫസ്റ്റ് വേർഡ് മേലക്, MELEK. മേലക് എന്നുള്ള വേർഡിന്റെ അർത്ഥം കിങ്, രാജാവ്. രണ്ടാമത്തെ വേർഡ് സിദക്, TSEDEQ. ആ വേർഡിന് മീനിങ് റൈച്ചസ്നെസ്, നീതി. ഈ 2 വേർഡും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ മൽക്കിസദേക്ക് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ നീതിയുടെ രാജാവെന്നാണ്. നീതിയുടെ രാജാവ്. മൽക്കിസദേക്ക് എന്നുള്ള വേർഡ് അർത്ഥമാക്കുന്നത് നീതിയുടെ രാജാവ്. നിങ്ങൾക്കറിയാം, ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുന്നു, ഈ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൽക്കിസദേക്കിന്റെ പേരിൽ നീതിയുടെ രാജാവ് എന്ന പേരുള്ളത് പോലെ തന്നെ നമ്മുടെ അരുമരക്ഷിതാവിനും ഒരു പേരുണ്ട്. വായിച്ചാട്ട് 1 Corinthians chapter 1 verse 30. 1 Corinthians 1:30. 1 Corinthians 1:30. 1 Corinthians chapter 1 verse 30. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീട്. ഹി ഈസ് ദ റൈച്ചസ്നെസ്. അതാണ് ആ വേർഡ് കോട്ട് ചെയ്തിരിക്കുന്നത്. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് എന്തായിരിക്കുന്നു? അവൻ നമുക്ക്, വായിച്ചെടുപ്പത്, ജ്ഞാനവും നീതിയും, ദ റൈച്ചസ്നെസ്. അപ്പോൾ അവിടെ വെളിപ്പെടുത്തുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് അവൻ എന്നുള്ള വേർഡിൽ ചൂണ്ടിക്കാണിക്കുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, യേശു ആരാണ്? ദൈവനീതിയാണ്. നിങ്ങൾക്കറിയാം, ഈ 2 Corinthians 5:21 ഇപ്രകാരം പറയുന്നു, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത് ദ റൈച്ചസ് കിങ്. കർത്താവായ യേശുവാണ് നീതി, യേശുവിലാണ് നീതി. ഇവിടെ ഒരു ശാലേം രാജാവായിരിക്കുന്ന മൽക്കിസദേക്ക് നീതിയുടെ രാജാവെന്ന് തൻ്റെ പേരിന് അർത്ഥമുള്ളത് പോലെ തന്നെ അരുമരക്ഷിതാവായ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് യേശു ആരായിരിക്കുന്നു? യേശു നീതിയുടെ രാജാവായിരിക്കുന്നു. മൂന്നാമത് ഈ ശാലേം രാജാവുമായിട്ടുള്ള പ്രത്യേകത എന്താണ്? നീതിയുടെ പ്രത്യേകത എന്നറിയാമല്ലോ. അവിടെ നമ്മൾ കാണുന്നത് ദ റൈറ്റ് ഡൂയിങ് ഇൻ ഓൾ പ്ലേസ്. അതാണ് റൈച്ചസ്നെസ്. നീതി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ശരിയായിരിക്കുന്ന കാര്യം. ദ റൈറ്റ് ഡൂയിങ് ഇൻ ഓൾ പ്ലേസ്. എല്ലായ്പ്പോഴും ശരി ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് റൈച്ചസ്നെസ്. നീതി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നന്മ ചെയ്യുക എന്നുള്ളതല്ല, എല്ലായ്പ്പോഴും ശരി ചെയ്യുക. ശ്രദ്ധിച്ചോണേ, എല്ലായ്പ്പോഴും ശരി ചെയ്യുന്നതാണ് നീതി. പലപ്പോഴും പല കാര്യത്തിന് വേണ്ടി തെറ്റ് ചെയ്യുന്നുണ്ട്, അതല്ല നീതി, അത് അനീതിയാണോ? ദൈവത്തെ
ദൈവത്തിന്റെ വിശുദ്ധ പദം നമ്മൾ പഠിക്കുമ്പോൾ നീതി എന്ന് പറയുന്നത് എവരിവർ, എല്ലാ മേഖലകളിലും ഏത് സാഹചര്യങ്ങളിലും റൈറ്റ് ഡൂയിങ്, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം, ദൈവത്തിന് ഹിതകരമായിരിക്കുന്ന കാര്യം അത് ചെയ്യുന്നതാണ് നീതി എന്ന് പറയുന്നത്. മൂന്നാമത്, ഈ രാജാവിന്റെ മൂന്നാമത്തെ പ്രത്യേകത വായിച്ചിട്ട് അതിന്റെ രണ്ടാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ, 7-ാം 2-ാമത്തെ വാക്യം. ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ ശാലേം എന്ന് വെച്ചാൽ സമാധാനം, ശാലേം എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ്. അപ്പോൾ മൂന്നാമത് ഈ മൽക്കിസദേക്കിന്റെ മൂന്നാമത്തെ പ്രത്യേകത, ഹി ഈസ് ദ കിങ് ഓഫ് പീസ്, സമാധാനത്തിന്റെ രാജാവ് മൽക്കിസദേക്ക്, സമാധാനത്തിന്റെ രാജാവ്. ഇവിടെ പറയുന്നു ശാലേം. ശാലേം ശാലേം എന്ന് പറയുന്നത് പഴയ ജെറുസലേമിന്റെ പേരായിരുന്നു ശാലേം. ശാലേം എന്നുള്ള വാക്കിന്റെ അർത്ഥം ശാലോം, നിങ്ങൾക്കറിയാം. ആ വേർഡ് മീൻ ചെയ്യുന്നത് സമാധാനം, പീസ്, ശാലോം. ശാലോം, അവര് ഇസ്രായേൽ മക്കൾ തമ്മിൽ അവരെ ആശീർവദിക്കുന്ന സമയത്ത് അഭിനന്ദനം ചെയ്യുമ്പോൾ ശാലോം, ആ വേർഡ് മീൻ ചെയ്യുന്നത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. അപ്പോൾ ആ ദൈവത്തിന്റെ ഒരു പേര് അവിടെ പറയുന്നത് ശാലോം. ശാലോം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ പർട്ടിക്കുലർ സ്ഥലത്തെ ഒരു സ്ഥലത്തിന്റെ പേരായിരുന്നു ശാലേം. എന്താണ് ഈ ശാലേമിന് എന്ത് സംഭവിച്ചു? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഒരു യെബൂസ്യനായിരിക്കുന്ന ഒരു വ്യക്തി, ജബസ് എന്നുള്ള വ്യക്തി, അദ്ദേഹമാണ് ഈ ശാലേം എന്നുള്ള രാജ്യത്തെ കീഴ്പ്പെടുത്തുവാൻ ഇടയാക്കി, തൻ്റെ രാജ്യം അവിടെ സ്ഥാപിക്കപ്പെടുവാൻ ഇടയായി. യെബൂസ്യനായിരുന്ന ഒരു ജബസ് രാജാവ് ഈ ശാലേമിനെ പിടിച്ചടക്കി അവിടെയാണ് തൻ്റെ രാജ്യം സ്ഥാപിച്ചത്. എന്നാൽ അല്പകാലം കഴിഞ്ഞപ്പോൾ ഈ രണ്ട് പേരുകൾ കൂടെ ഒരുമിച്ചു, ജബസ്, ശാലേം, ഈ രണ്ട് പേരും കൂടെ ഒരുമിച്ചതാണ് ജെറുസലേം എന്നുള്ള പേര് വരുവാൻ കാരണം. ജെറുസലേം എന്നുള്ള പേര് ഈ രണ്ട് പേരുകളും കൂടെ ഒരുമിച്ച് യോജിപ്പിച്ച പേരാണ്, ജബസ് ആൻഡ് ശാലേം. വായിച്ചോട്ടെ, Psalm 76 verse 2. അവന്റെ കൂടാരം, ദൈവത്തിന്റെ കൂടാരം ശാലേമിലും അവന്റെ വാസസ്ഥലം സിയോണിലും ഇരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ മൽക്കിസദേക്കിനെ കുറിച്ച് പറയുന്നു, അവൻ സമാധാനത്തിന്റെ രാജാവാണ്. നീതിയുടെ രാജാവ് എന്നുള്ള ഒരു പേര് ഉള്ളപ്പോൾ തന്നെ ഈ മൽക്കിസദേക്കിന് വേറൊരു പേരുണ്ട്, അവൻ സമാധാനത്തിന്റെ രാജാവ്. എന്താണ് ഈ സമാധാനത്തിന്റെ പ്രത്യേകത? നമ്മൾ മനസ്സിലാക്കേണ്ടത്, നീതിയുടെ ഫലമാണ് സമാധാനം. The fruit of righteousness is peace. The fruit of righteousness is peace. നീതിയുടെ ഫലമാണ് സമാധാനം. യെശയ്യാ chapter 32 verse 1 and 17, 17-ാമത്തെ വാക്യം മാത്രം വായിച്ചാട്ട്. യെശയ്യാ chapter 32 verse 1 and 17. നീതിയുടെ പ്രവൃത്തി സമാധാനം, നീതിയുടെ ഫലം ശാശ്വത വിശ്രമം. യെസ്, നിർഭയതയുമായിരിക്കും. അവിടെ പറയുന്നു നീതിയുടെ ഫലമാണ് സമാധാനം, ദ പീസ്. അത് നീതിയുടെ ഫലമാണ് സമാധാനമായിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ഈ രാജാവിനെ കുറിച്ച് പറയുന്നു, അവൻ നീതിയുടെ രാജാവ് എന്ന് പറഞ്ഞിട്ട് 4 നമ്മൾ കണ്ടത് അവൻ സമാധാനത്തിന്റെ രാജാവാണ്. അവൻ സമാധാനത്തിന്റെ രാജാവാണ്. എന്താണ് ഈ മൽക്കിസദേക്കിനെ കുറിച്ച് പറയുമ്പോൾ, മൽക്കിസദേക്ക് സമാധാനത്തിന്റെ രാജാവ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നീതി തന്നിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ആ നീതിയിൽ കൂടെ കടന്നു വന്ന പ്രവർത്തനം സമാധാനം, അതിന്റെ ഫലം സമാധാനമായതുകൊണ്ട് he was in full peace. അവൻ പൂർണ്ണ സമാധാനത്തിലാണ് ആയിരുന്നത്. ശ്രദ്ധിച്ചോണേ, നീതി എവിടെയുണ്ട് അവിടെ സമാധാനമുണ്ട്. അനീതി കടന്നു വരുമ്പോഴാണ് ഭയം കടന്നു വരുന്നത്. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അഥവാ തെറ്റ് ചെയ്തപ്പോൾ അഥവാ ദൈവനീതിയിൽ നിന്ന് പോയപ്പോഴാണ് മനുഷ്യൻ ഭയം ചകിതനായി തീരുവാൻ ഇടയായി തീർന്നത്. അതിനു മുൻപ് മനുഷ്യന് ഭയമില്ല. അതിനു മുൻപ് മനുഷ്യൻ ദൈവത്തിനടുക്കിലേക്ക് കടന്നു പോകുന്നു. എന്നാൽ എപ്പോൾ അവൻ പാപം ചെയ്യുവാനിടയായി തീർന്നു, അഥവാ പാപം ചെയ്യാന്ന് പറഞ്ഞ വേറെ രീതിയിൽ അതിനെ യോജിപ്പിച്ചാൽ പറയാം, എപ്പോൾ ദൈവനീതി അവൻ വിട്ടുകളഞ്ഞോ അവിടെ ഭയം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവനീതി
ദൈവനീതിയിൽ നമ്മൾ ആയിരിക്കുന്നിടത്തോളം കാലം ഭയത്തിനോ ജീവിതത്തിൽ യാതൊരു സ്ഥാനമില്ല. ദൈവനീതിയിൽ നമ്മൾ മുൻപോട്ട് കടന്നു പോകുന്നുവെങ്കിൽ, ദൈവത്തിന് ഹിതകരമായിരിക്കുന്ന ഒരു ജീവിതം ഞാൻ നിങ്ങൾ നയിച്ചുകൊണ്ട് ഇരിക്കുന്നുവെങ്കിൽ, എനിക്കും നിങ്ങൾക്കും പൂർണ്ണ സമാധാനം എന്നിലും നിങ്ങളിലും ഉണ്ടായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, യഹോവയാം യാഗിൽ ഒരു ശാശ്വതമായിരിക്കുന്ന പാറ ഉള്ളത് കൊണ്ട് ദൈവത്തിന്റെ മക്കളെ അവൻ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം ഒരിക്കൽ പോലും നമ്മളെ കൈവിട്ട് കളയുന്ന ഒരു ദൈവമല്ല. ഈ ദൈവത്തിന്റെ ഒരു പ്രത്യേകത, നീതി ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്നിൽ കൂടെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ അടുത്ത പ്രവൃത്തിയാണ് സമാധാനം എന്ന് പറയുന്നത്. ഇവിടെ സമാധാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മൽക്കിസദേക്കിനെ കുറിച്ച് പറയുന്നു. അവൻ സമാധാനത്തിന്റെ രാജാവ് എന്ന് പറയുമ്പോൾ ആരാണ് സമാധാനത്തിന്റെ രാജാവ്? പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് സമാധാനവും കർത്താവായ യേശുവുമായിട്ട് 3 ബന്ധങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. Threefold relationship with Jesus Christ. 3 വിധ ബന്ധങ്ങളെ നമ്മൾ കാണുന്നു വിത്ത് ജീസസ് ക്രൈസ്റ്റ്. സമാധാനവുമായിരിക്കുന്ന ബന്ധത്തിൽ, സമാധാനവുമായിരിക്കുന്ന ബന്ധത്തിൽ 3 വിധ റിലേഷൻഷിപ്പ്. അതിൽ ഫസ്റ്റ് വൺ, ഒന്നാമതായിട്ട് എഫിഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 17. എഫെസ്യർ 2:17. ഇത് നോട്ട് ചെയ്തോണെ, വളരെ വാല്യുബിൾ ആയിരിക്കുന്ന ഒരു ചിന്തയാണ്. എഫിഷ്യൻസ് 2:17. അവൻ വന്ന് ദൂരത്തായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ ദ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ഹി പ്രൊക്ലൈംഡ് പീസ്. നോട്ട് ചെയ്ത് ദാറ്റ്, ഹി പ്രൊക്ലൈംഡ് പീസ്. യേശു പീസ് പ്രൊക്ലൈം ചെയ്തു, വിളിച്ചു പറഞ്ഞു. എവിടെ വിളിച്ചു പറഞ്ഞു? അവൻ ദൂരത്തായിരിക്കുന്നവർക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും വിളിച്ചു പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സമീപത്തുള്ളതെന്ന് പറയുന്നത് യഹൂദന്മാരാകുന്നുവെങ്കിൽ ദൂരത്തായിരിക്കുന്ന ജാതികളാണ്. ഇവർക്ക് 2 പേർക്കും യേശു സമാധാനം പ്രൊക്ലെയിം ചെയ്തു. യേശു സമാധാനത്തെ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കണം, പഴയ നിയമത്തിൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നവരാണ്, പുതിയ നിയമത്തിലും ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നവരാണ് സമാധാനം അനുഭവിക്കുന്നവരെന്നുണ്ടെങ്കിൽ, ഇവിടെ ഈ പഴയ നിയമത്തിൽ ഒരു ജാതിക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നുപോയി സമാധാനം അനുഭവിക്കുവാൻ സാധ്യമാകാതെ അവർ ദൂരത്ത് നിൽക്കുന്ന ആ സമയത്ത് കർത്താവായ യേശുവാണ് സമാധാനം പ്രൊക്ലെയിം ചെയ്തു എന്ന് പറഞ്ഞാൽ ജാതികളെ യേശു മാടി വിളിച്ചു. എന്നിട്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുവാൻ, ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോഴാണ് സമാധാനം അവരെ അനുഭവിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശു ഒന്നാമത് ചെയ്തത് ഹി പ്രൊക്ലെയിംഡ് പീസ്. രണ്ടാമത് എന്ത് ചെയ്തു? വായിച്ചോട്ടെ, കൊലോസിയൻസ് ചാപ്റ്റർ 1 വേഴ്സ് 20. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തര സമാധാനം ഉണ്ടാക്കി. രണ്ടാമത്തെ പോർഷൻ ഹി മെയ്ഡ് പീസ്. ഞാൻ പറഞ്ഞ ഒന്നാമത്തെ പോർഷൻ എന്ന് പറയുന്നത് ഹി പ്രൊക്ലെയിംഡ് പീസ്, അവൻ സമാധാനം വിളിച്ചു പറഞ്ഞു. രണ്ടാമത് ഞാൻ പറഞ്ഞു വരുന്നത് ഹി മെയ്ഡ് പീസ്, അവൻ സമാധാനമുണ്ടാക്കി. അവൻ സമാധാനമുണ്ടാക്കി. എങ്ങനെ സമാധാനമുണ്ടാക്കി? ക്രൂശിൽ ചൊരിഞ്ഞ രക്തം മുഖാന്തരമായിട്ട് സമാധാനമുണ്ടാക്കി. മൂന്നാമത്തെ പോർഷൻ എഫെസ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 14. എഫെസ്യർ 2:14. അവൻ നമ്മുടെ സമാധാനം. He is our peace. മൂന്നാമത്തത് He is our peace. അവൻ നമ്മുടെ സമാധാനം. സമാധാനവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവായ യേശുവിന്റെ 3-fold റിലേഷൻഷിപ്പ്. ഒന്ന് ഞാൻ പറഞ്ഞത് അവൻ സമാധാനം വിളിച്ചു പറഞ്ഞു. 2 അവൻ സമാധാനം ഉണ്ടാക്കി. 3 ഞാൻ പറഞ്ഞത് ഹി ഈസ് അവർ പീസ്, അവനാണ് നമ്മുടെ സമാധാനം. ഇവിടെ ഈ മൽക്കിസദേക്കിനെ കുറിച്ച് പറയുന്നു. മൽക്കിസദേക്ക് ശാലേം രാജാവ് എന്ന് പറയുമ്പോൾ ആ മൽക്കിസദേക്ക്, ആ പേരിന്റെ അർത്ഥം സമാധാനത്തിന്റെ രാജാവ്. ശാലേം എന്ന് പറയുമ്പോൾ സമാധാനം ആകുന്നുവെങ്കിൽ ആ സമാധാനത്തിന്റെ രാജാവ് എന്ന് മൽക്കിസദേക്കിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആ മൽക്കിസദേക്കിൽ നിവർത്തിക്കപ്പെട്ട് കാണുന്നത് അരിമരക്ഷിതാവായ യേശു സമാധാനത്തിന്റെ രാജാവായിട്ട് നമ്മൾ കാണുന്നു. സമാധാനത്തിന്റെ ദൈവമായിട്ട് നമ്മളിവിടെ കാണുന്നു. സമാധാനം ഉള്ളവനായിട്ട്, സമാധാനം വെളിപ്പെടുത്തുന്നതിനായിട്ട് കാണുന്നു. നാലാമത്തെ ഈ മൽക്കിസദേക്കിന്റെ പ്രത്യേകത 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 7 വേഴ്സ് 1. ശാലേം രാജാവും
അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കീസദേക്ക്. അവിടെ ഈ മൽക്കീസദേക്കിന്റെ രണ്ട് പ്രത്യേകതകളെ നമ്മൾ ഇവിടെ കാണുന്നു. ഒന്ന്, ശാലേം രാജാവും. രണ്ട്, അത്യുന്നതനായിരിക്കും ദൈവത്തിന്റെ പുരോഹിതനുമായിരുന്ന മൽക്കീസദേക്ക്. അപ്പോൾ രണ്ട് പ്രത്യേകത. ഒന്ന്, ഈ മൽക്കീസദേക്ക് ഒരു രാജാവായിരുന്ന പോലെ തന്നെ ഈ മൽക്കീസദേക്ക് ആരും കൂടെ ആയിരുന്നു? ഒരു പുരോഹിതനും കൂടെ ആയിരുന്നു. അപ്പോൾ രാജ പുരോഹിത രണ്ട് ജോലി ഒരുമിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു മൽക്കീസദേക്ക്. He was a king and the same time he was a priest. Note that. അഥവാ കിങ്ലി priest മൽക്കീസദേക്ക്. നിങ്ങൾക്കറിയാം എന്താണ് പുരോഹിതന്റെ ജോലി എന്നുള്ളത് നിങ്ങൾക്കറിയാം. നമ്മൾ ആ വേർഡിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇത് തന്നെയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത്. വായിച്ചോട്ടെ, സക്കറിയ chapter 6 verse 12 and 13. Zechariah chapter 6. Zechariah പ്രവചനം 6-ാം അധ്യായം 12-13 വാക്യം ഒന്ന് വായിച്ചോട്ടെ. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. മുള എന്നു പേരുള്ള പുരുഷനുണ്ടല്ലോ, മുള എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടല്ലോ, അവൻ തന്റെ നിലയിൽ മുളച്ചു വന്നു. അവൻ തന്റെ നിലയിൽ നിന്നും മുളച്ചു വന്നു യഹോവയുടെ മന്ദിരം പണിയും. യഹോവയുടെ മന്ദിരം പണിയും. യെസ്, അവൻ തന്നെ യഹോവയുടെ മന്ദിരം പണിയും. അവൻ ബഹുമാന ഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്ന് വാഴും. അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായി. അവൻ സിംഹാസനം. നിങ്ങൾക്കറിയാം ഈ ഭാഗം ആരെക്കുറിച്ച് പറയുന്നു? കർത്താവായ യേശു ഈ വേർഡ് കോട്ട് ചെയ്തിട്ടാണ് ഈ പരീക്ഷന്മാരുടെ ഇപ്രകാരം പറഞ്ഞത്, ഈ മന്ദിരം പൊളിപ്പീൻ 3 ദിവസം കൊണ്ട് ഞാനിതിനെ പണിയും. ഈ വേർഡാണ് കർത്താവായ യേശു കോട്ട് ചെയ്തത്. എന്താ അവിടെ ചോദിച്ചത്? മുള എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ട്, അവൻ അതിൻ്റെ നിലയിൽ നിന്ന് മുളച്ചു വന്ന് എന്ത് ചെയ്യുന്ന പറയുന്നേ? യഹോവയുടെ മന്ദിരം പണിയും. അപ്പോൾ യഹോവയുടെ മന്ദിരം പണിയപ്പെടുന്ന മുള എന്ന് പേരുള്ള പുരുഷൻ, അവനാണ് അത് പണിയുന്നത്. അപ്പോൾ അത് ആരെക്കുറിച്ച് പറയുന്നു? കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച്. ഇതാണ് ഈ പരീക്ഷന്മാർ മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കുന്നതിന് പറഞ്ഞത് ഇതാണ് പരീക്ഷന്മാർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാതെ. കർത്താവായ യേശു കോട്ട് ചെയ്തത് സക്കറിയ പ്രവചനം 6-ാം അധ്യായമായിരുന്നു. എന്നാൽ അവർക്കത് മനസ്സിലാക്കുവാൻ സാധ്യമായില്ല. എന്നാൽ യേശു അവിടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചത് ഈ മൽക്കീസദേക്കിനെ പോലെ കർത്താവായ യേശു ഒരു രാജാവ് ആയിരിക്കുമ്പോൾ തന്നെ അവൻ ദൈവത്തിന് ആരായിരിക്കും? ഒരു പുരോഹിതനുമായിരിക്കും. അപ്പോൾ മൽക്കീസദേക്കിന്റെ അടുത്ത പത്തി രാജകീയ പുരോഹിതനാകുന്നുവെങ്കിൽ കർത്താവായ യേശുവും ഒരു രാജകീയ പുരോഹിതനായിട്ട് കാണുന്നു. 5-ാമത്തെ തെളിവ് ജീനിയോളജി, വംശാവലി. എബ്രായ ലേഖനം 7-ാം അധ്യായം 3-ാമത്തെ വാക്യം. ഹീബ്രൂസ് chapter 7 verse 3. ഇവിടെ മൽക്കീസദേക്കിനെ കുറിച്ച് അവിടെ പറയുന്നു, അവന് പിതാവില്ല. മൽക്കീസദേക്ക് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനം. നിങ്ങൾക്കറിയാം ഇസ്രായേൽ മക്കളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി പുരോഹിതനായി ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ വംശാവലി രേഖ മസ്റ്റായിട്ടുണ്ടായിരിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് അഹരോന്റെ ക്രമപ്രകാരം പുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുവൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വരണമെങ്കിൽ അഹരോൻ തുടക്കം മുതലുള്ള തൻ്റെതാർക്ക് ജനനം വരെയുള്ള വംശാവലിയുടെ കണക്ക് വളരെ ക്ലിയർ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന, രേഖയില്ലാത്ത ഒരൊറ്റ വ്യക്തിക്കും പുരോഹിതനായിട്ട് ശുശ്രൂഷ ചെയ്യുവാൻ സാധ്യമല്ല. അതുകൊണ്ട് അന്ന് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ രേഖ ആവശ്യമാണ്. എന്നാൽ ഇവിടെ പറയപ്പെടുന്ന ഒരു പുരോഹിതന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ പുരോഹിതന് വംശാവലിയില്ല, ഈ പുരോഹിതന് പിതാവില്ല, മാതാവില്ല, ജീവാരംഭവും ജീവാവസാനവും ഇല്ല. എന്നിട്ട് കൊടുത്തിരിക്കുന്ന ഒരു വേർഡുണ്ട്, അവൻ ദൈവപുത്രന് തുല്യനായി. അപ്പോൾ ഈ വ്യക്തിയെ, മൽക്കീസദേക്ക് എന്നുള്ള വ്യക്തിയെ കർത്താവിനോട് തുല്യനായി വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് എന്ത് വെളിപ്പെടുത്തിയിട്ടില്ല? വംശാവലി വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചില്ല, വംശാവലി പറഞ്ഞു കൊടുക്കുവാനായിട്ട് ആഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു, ഒന്ന് നമ്മൾ ചിന്തിച്ചു വന്നത് ഒരു പക്ഷേ അന്ന് ജീവിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാരിൽ ഒരുവനായിരിക്കാം ഈ മൽക്കീസദേക്കെങ്കിൽ തീർച്ചയായിട്ടും ഈ മൽക്കീസദേക്ക് ആ കാലത്ത് ജീവിച്ചിരുന്ന ഒരാളാകുന്നുവെങ്കിൽ ആ വ്യക്തി ജീവിച്ചിരുന്ന തനിക്കൊരു പിതാവുണ്ട്, തനിക്കൊരു മാതാവുണ്ട്, തനിക്കൊരു വംശാവലിയുണ്ട്, തനിക്കൊരു കണക്ക് പറയുവാനുണ്ട്. എന്നാൽ ഈ എബ്രായ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആ സകല ഭാഗത്തെയും കംപ്ലീറ്റ്ലി അങ്ങ് മൂടി വെച്ചുകൊണ്ട് ഒരു കാര്യം മാത്രമേ വെളിപ്പെടുത്തുന്നുള്ളൂ. ഈ മൽക്കീസദേക്കിന് പിതാവില്ല, മാതാവില്ല, ജീവാരംഭവും ജീവാവസാനമില്ല. എന്തുകൊണ്ട് മൽക്കീസദേക്കിന്റെ ഈ ഭാഗം മറച്ചു വെച്ചു എന്ന് നമ്മൾ ചിന്തിച്ചാൽ, മൽക്കീസദേക്ക് അന്ന് ലോകത്തിൽ ജീവിച്ചിരുന്ന രാജാക്കന്മാരെ പോലെ ഒരുവനായിരുന്നുവെങ്കിൽ
എങ്കിൽ, ഇതൊക്കെ ആ രാജാവിനുണ്ട് എങ്കിൽ എന്തുകൊണ്ട് അത് മറച്ചു വെച്ചു എന്ന് ചിന്തിച്ചാൽ ഒറ്റ കാരണം നമ്മൾ കാണുന്നത്, ഇവൻ ദൈവപുത്രനോ സമനായിട്ട് വെളിപ്പെടുത്തേണ്ടതിനോ ദൈവപുത്രനോ തുല്യനായി വെളിപ്പെടുത്തുക. എന്നാൽ എന്തുകൊണ്ടെന്നാൽ ദൈവപുത്രന്റെ ഒരു പ്രത്യേകത അഥവാ യേശുക്രിസ്തുവിന്റെ ഒരു പ്രത്യേകത, യേശുവിന് പിതാവില്ല, യേശുവിന് മാതാവില്ല, യേശുവിന് വംശാവലിയില്ല, ആരംഭവും അവസാനവും പറയുവാനില്ല. ഇതെല്ലാം ഉണ്ടെന്ന് നമുക്കറിയാം. എങ്കിലും നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, യേശു ദൈവം എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, യേശു ദൈവമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അവൻ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ ദൈവമായിരുന്ന വചനം ജഡമായി തീർന്നുവെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്ന ആ സമയത്ത് ഈ ദൈവമായിരുന്ന വചനം ജഡമായി മാറ്റപ്പെട്ടപ്പോൾ ആ ജഡത്തിനൊരു പിതാവോ മാതാവോ പറയുവാനായിട്ടില്ല. നമ്മൾ കാണുവാൻ സാധിക്കുന്നു ഇവിടെ എന്ത് സംഭവിച്ചു. കർത്താവായ യേശുക്രിസ്തുവിന് തുല്യനായി ഈ മൽക്കിസദേക്കിനെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചപ്പോൾ, യേശുക്രിസ്തുവിന് ജീവാരംഭമോ ജീവാവസാനം ഇല്ലാത്തതുപോലെ യേശുക്രിസ്തുവിന് ദൈവമെന്നുള്ള നാമത്തിൽ ഒരു വംശാവലിയുടെ കണക്ക് പറയുവാൻ ശ്രദ്ധിച്ചോണം. ഞാൻ പറഞ്ഞപ്പോൾ യേശു ദൈവമെന്നുള്ളതായിരിക്കുന്ന വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരു ആരംഭമോ ഒരു അവസാനമോ പറയുവാൻ ഇല്ലാത്തതുപോലെ ദൈവം എന്നുള്ളത് പേരിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിന് ഒരു പിതാവോ മാതാവോ ഇല്ലാത്തതുപോലെ ഈ മൽക്കിസദേക്കിന് ഒരു പിതാവും മാതാവുമില്ല. ഒരു ജീനിയോളജി അവിടെ പറയുവാനില്ല. കാരണം ഈ മൽക്കിസദേക്കിനെ കർത്താവായ യേശുവിനോ തുല്യമായിട്ട് ഇവിടെ തുല്യപ്പെടുത്തുന്ന ഒരു ഭാഗത്തെയാണ് നമ്മളിവിടെ കാണുവാൻ സാധിക്കുന്നത്. കൊലോസ്യർക്ക് ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം, മീഖ ചാപ്റ്റർ 5:2, മീഖ 5:2, കൊലോസ്യൻ 1:17. അവൻ സർവ്വത്തിനു മുൻപേ ഉള്ളവൻ. അവിടെ നമ്മൾ കാണുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. മൽക്കിസദേക്കിനോ ഒരു ജീവാരംഭമോ ജീവാവസാനം ഇല്ലാത്തതുപോലെ കർത്താവായ യേശുവിനോ ഒരു ജീവാരംഭമോ ജീവാവസാനമോ പറയുവാനില്ല. 6ാമത്തെ പ്രത്യേകത, ദ ബ്ലെസ്സിങ്സ്. അബ്രഹാമിനെ ഈ മൽക്കിസദേക്ക് അനുഗ്രഹിച്ചു. എന്താണ് ഈ മൽക്കിസദേക്കിനെ ചെയ്തത്? നിങ്ങൾ വായിച്ചോട്ട് അതിന്റെ 2ാമത്തെ വാക്യം, 7-ാം അധ്യായം 2ാമത്തെ വാക്യം. ജയിച്ചു മടങ്ങി വന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. ഈ മൽക്കിസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. എങ്ങനെയാണ് അനുഗ്രഹിച്ചത്? 14-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാട്ട് 14-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം, ജെനസിസ് ചാപ്റ്റർ 14:18. ശാലേം രാജാവായിരുന്ന മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ശാലേം രാജാവായിരിക്കുന്ന മൽക്കിസദേക്ക് ഈ അബ്രഹാമിനെ എതിരേൽക്കുവാനായിട്ട് കടന്നു വന്നപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അബ്രഹാം എന്ന് പറയുന്നത് വെറും 318 പേരോടുകൂടെ 4-5 രാജാക്കന്മാരെ തോൽപ്പിച്ച് അവരെ എടുത്തുകൊണ്ട് പോകാതിരിക്കുന്ന സകല കൊള്ളകളും മടക്കി കൊണ്ടുവരുന്ന ഒരു സന്ദർഭമായത്. ബലവാന്മാരായിരിക്കുന്ന 5 രാജാക്കന്മാരെ 4 രാജാക്കന്മാര് പരിപൂർണമായിട്ട് നശിപ്പിച്ചു കളഞ്ഞ സ്ഥാനത്ത് നിന്നുകൊണ്ട് തൻ്റെ വീട്ടിൽ ജനിച്ചവരും അഭ്യാസികളുമായിരിക്കുന്ന 318 പേരെ കൊണ്ട് അബ്രഹാം കടന്നുപോയിട്ട് അവർ പല ഭാഗങ്ങളായി തിരിച്ച് ഈ രാജാക്കന്മാരെ മുഴുവൻ നശിപ്പിച്ച് അവരുടെ സകല കൊള്ളയും എടുത്തുകൊണ്ട് പോയ സകല കൊള്ളയും എടുത്ത് മടങ്ങി വരുന്ന ഒരു സന്ദർഭമാണ്. ജയാളിയായിട്ട് കടന്നു വരുന്ന ഒരു അബ്രഹാമിനെയാണ് 2 രാജാക്കന്മാർ എതിരേൽക്കുവാനിടയായി. ഒന്ന്, സോദോം രാജാവ് എതിരേറ്റുവാനിടയായി തീർന്നു. സോദോം രാജാവ് അബ്രഹാമിനെ എതിരേറ്റിരുന്നു. 2ാമത് ഈ മൽക്കിസദേക്ക് അബ്രഹാമിനെ എതിരേറ്റിരുന്നു. ശാലേം രാജാവായിരിക്കുന്ന മൽക്കിസദേക്ക് അബ്രഹാമിനെ എതിരേറ്റിരുന്നപ്പോൾ എന്ത് ചെയ്തു? അബ്രഹാമിനെ കൊണ്ടുപോയത് അപ്പവും വീഞ്ഞും കൊണ്ടുപോയി. എന്താ ഇത് വെളിപ്പെടുത്തി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അടിമരക്ഷിതാവായ യേശു തന്റെ ശിഷ്യന്മാരോടുകൂടെ ഒരുമിച്ച് പന്തിയിൽ ആയിരിക്കുന്ന സമയത്ത് യേശു അപ്പമെടുത്ത് വാഴ്ത്തി നോക്കി തന്റെ ശിഷ്യന്മാർ കൊടുത്ത വീഞ്ഞം അവർക്ക് കൊടുത്തതുപോലെ, അപ്പവും വീഞ്ഞും കൊടുത്തതുപോലെ ഒരു മൽക്കിസദേക്ക് അബ്രഹാമിന് ഇത് കൊടുത്തു. എന്തിനാ ഇത് കൊടുത്തത് നിങ്ങൾ മനസ്സിലാക്കണം. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ചില കാലങ്ങളിൽ ദൈവം ചില സത്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം ആ നാളുകൾ മാത്രം ഉണ്ടാക്കപ്പെട്ട ഒരു തത്വമാണെന്നല്ല. പിന്നെ അനാദി കാലം മുതൽ ദൈവത്തിന്റെ മനസ്സിൽ മറയപ്പെട്ട് ദൈവത്തിന്റെ മനസ്സിൽ മാത്രം നിന്നതായിരിക്കുന്ന ചില സത്യങ്ങളാണ്. കാലത്തികവെങ്കിൽ ദൈവം അത് വെളിപ്പെടുത്തുവാനിടയായി. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കി ചിന്തിക്കുക. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ദൈവത്തിന്റെ വിശുദ്ധ
ദൈവവചനം നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ, പഴയ നിയമം പുതിയ നിയമം നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ, പഴയ നിയമത്തിൽ പല കാര്യങ്ങൾ ഒരുപക്ഷെ പുതിയ നിയമത്തിൽ കാണുന്നില്ലായിരിക്കും. എന്നാൽ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, കാലത്തികവെങ്കിൽ മനുഷ്യന് ഏറ്റെടുക്കുവാൻ സമയം കടന്നു വരുമ്പോൾ സ്വർഗസ്ഥനാർക്ക് ദൈവം വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ കാലങ്ങൾക്ക് മുൻപ് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തി. ഇവിടെ ഒരു മൽക്കസദേക്ക് അബ്രഹാമിനെ എതിരേൽക്കുവാൻ ചെന്നപ്പോൾ അപ്പവും വീഞ്ഞുമായിട്ട് കടന്നു വന്നു. എന്തിനാ അപ്പവും വീഞ്ഞും കൊണ്ടുപോയി? നിങ്ങൾക്കറിയാം, ഒരു യുദ്ധം കഴിഞ്ഞ് വളരെ ക്ഷീണിതനായിട്ട് കടന്നു വരുന്ന ഒരു അബ്രഹാം, തന്നോട് കൂടെ ഉള്ളതായിരിക്കുന്ന ഒരു കൂട്ടം ജനം. എന്നാൽ ഈ അപ്പവും വീഞ്ഞും എന്ത് കൊടുക്കുകയായിരുന്നു? അവരെ എൻകറേജ് ചെയ്യുകയായിരുന്നു. ഇന്ന് രാത്രി ഒന്ന് മനസ്സിലാക്കണം, അബ്രഹാമിനെ എതിരേറ്റ് ഈ ശാലേം രാജാവായിരിക്കുന്ന മൽക്കസദേക്ക് എതിരേറ്റ് കടന്നു ചെല്ലുമ്പോൾ ക്ഷീണിച്ച് അവശനായിരിക്കുന്ന അബ്രഹാമിനെ ബലപ്പെടുത്തുവാൻ ഈ മൽക്കസദേക്കിന്റെ കരങ്ങളിൽ അപ്പവും വീണ്ടും ഉണ്ടായിരുന്നത് മനസ്സിലാക്കണം. എന്തായത് വെളിപ്പെടുത്തുന്ന അറിയാമോ? ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിലോ, ഭാരപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലോ, തളർന്നിരിക്കുന്ന അവസ്ഥയിലോ എഴുന്നേൽക്കുവാൻ സാധിക്കാതിരിക്കുമ്പോൾ ഒരു നല്ല മൽക്കസദേക്കാകുന്ന യേശുവുണ്ട്. അവൻ എടുത്ത് നമ്മെ ബലപ്പെടുത്തുന്ന എൻകറേജ് ചെയ്യുന്ന ഒരു കർത്താവാണ്. എന്താ ഇവിടുത്തെ വിഷയം? ഒരു മൽക്കസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നത് പോലെ അരുമരക്ഷിതാവായ യേശു അപ്പവും വീഞ്ഞും കൊണ്ടുപോകാൻ കാരണമായി തീർന്നു. എന്താ ഇവിടെ വെളിപ്പെടുത്തത്? എന്തിനാ ഇത് ചെയ്തത്? നിങ്ങൾക്കറിയാം അവിടെ സംഭവിച്ചത് എന്താ. ദൈവം എന്താ മൽക്കസദേക്ക് ചെയ്തത്? മൽക്കസദേക്ക് ഈ അപ്പവും വീഞ്ഞും കൊണ്ടുവന്നിട്ട് അബ്രഹാമിനെ അനുഗ്രഹിക്കുവാൻ ഇടയായി തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അപ്പോൾ അബ്രഹാമിനെ ബ്ലസ് ചെയ്തു. എങ്ങനെയാ ബ്ലസ് ചെയ്ത്? വായിച്ചിട്ട് അബ്രഹാമിനെ ബ്ലസ് ചെയ്ത വാക്യം, അതിന്റെ 19ാമത്തെ വാക്യം, വേഴ്സ് 19, ജെനസിസ് 14 വേഴ്സ് 19. അവൻ അവനെ അനുഗ്രഹിച്ചു. മൽക്കസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. എങ്ങനെ? സ്വർഗത്തിലും ഭൂമിക്കും നാഥനായി, പ്രൈസ് ഗോഡ്, അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടാൻ. എങ്ങനെയാ പ്രൊക്ലമേഷൻ കൊടുത്തെന്നറിയാമോ? എങ്ങനെയാണ് ബെനഡിക്ഷൻ കൊടുത്തെന്നറിയാമോ? ആശീർവാദം കൊടുത്തത് ഇങ്ങനെയായിരുന്നു. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്തിന്റെ നാമത്താൽ അബ്രഹാമിനെ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചോണെ, ഞാൻ പറയുണ്ടായി, അന്ന് ലോകത്തിൽ ജീവിച്ചിരുന്ന രാജാക്കന്മാരിൽ ഒരുവനായിരിക്കാം. ആ ഒരുവന്റെ വേർഡ് സാധാരണ മനുഷ്യന്റെ വേർഡായിട്ട് എടുത്തുകൊണ്ട് കച്ചടയിൽ കളയുവാൻ അബ്രഹാം പോയില്ല. അബ്രഹാമിനെ ശാലേം രാജാവ് അനുഗ്രഹിച്ച അനുഗ്രഹം അബ്രഹാം 2 കൈ കൊണ്ട് സ്വീകരിക്കുവാൻ ഇടയായിത്തീർന്നു. ശ്രദ്ധിച്ചോണെ, ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, മീറ്റിംഗിൽ കടന്നു വരുമ്പോൾ മീറ്റിംഗിൽ എല്ലാത്തിനും ബ്ലെസ്സിംഗ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ആശീർവാദത്തിന് വലിയ അനുഗ്രഹമുണ്ട്. ആശീർവാദത്തിന് അനുഗ്രഹം ഏറ്റെടുക്കുവാൻ മനസ്സുള്ളവൻ, ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരു വ്യക്തി, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി, അവൻ ജനത്തെ ആശീർവദിക്കുന്ന സമയത്ത് ജനം ആശീർവാദം ഏറ്റെടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ആശീർവദിക്കപ്പെട്ടവരായി കടന്നു പോകും. വെളിയിൽ കളഞ്ഞേച്ച് കടന്നു പോകാൻ സാധിക്കും. എനിക്ക് ആശീർവാദം വേണ്ടെന്ന് ചിന്തിക്കുവാൻ സാധിക്കും. ഒരു കുഴപ്പമില്ല. നിന്റെ അനുഗ്രഹം വഴിയിലിട്ടേച്ച് നീ പോകുക. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ മറന്നു കളയരുത്. മൽക്കസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. എങ്ങനെ അനുഗ്രഹിച്ചത്? സ്വർഗത്തിലും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്തിന്റെ നാമത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ട. എന്ത് പറഞ്ഞു അബ്രഹാം തുടർന്ന് അതേ കാര്യം തന്നെ ഏറ്റെടുക്കുന്നു. നെക്സ്റ്റ് വേർഡ് ഒന്ന് വായിച്ചോട്ട്. സദോം രാജാവ് അബ്രഹാമിനോട്, നിന്റെ ശത്രുക്കളെ എന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ. വായിച്ചോട്ട് 12-13 വാക്യം. അവിടെ അബ്രഹാം ഏറ്റെടുത്ത് നിങ്ങൾ വായിച്ചോട്ട്. ചാപ്റ്റർ 14 വേഴ്സ് 22 and 23. അതിന് അബ്രഹാം സദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കി എന്ന് നീ പറയാതിരിപ്പാൻ ഞാനൊരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ അതിനക്കുള്ളിൽ യാതൊന്നും ആകട്ടെ എടുക്കയില്ല എന്ന് സ്വർഗത്തിലും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവമായ യഹോവയുടെ നാമത്തിൽ കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. എന്തോ ചെയ്തു അബ്രഹാമിനെ എന്തോ ചെയ്തു? നിങ്ങൾ മനസ്സിലാക്കി ഞാൻ പറഞ്ഞ വേർഡ്. മൽക്കസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ച അനുഗ്രഹമാണിത്. എന്താ അനുഗ്രഹിച്ച്? മൽക്കസദേക്കിനെ അബ്രഹാം അനുഗ്രഹിച്ചപ്പോൾ മൽക്കസദേക്ക് ഇപ്രകാരം പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു. അബ്രഹാം തുടർന്ന് ഒരല്പസമയം കഴിഞ്ഞ് സോദോം രാജാവിനോട് പറയുമ്പോൾ ഈ അനുഗ്രഹം ഏറ്റെടുത്ത വേർഡാണ് അബ്രഹാം പറയുന്നത്. എന്താ പറയുന്നറിയാമോ? അബ്രഹാം പറയുന്നത്, സോദോം രാജാവേ, എനിക്ക് ഈ കൊണ്ടുവന്നതിൽ ഈ കൊള്ളയിൽ നിന്ന് ഒരു ചെരുപ്പാകട്ടെ, ഒരു ചെരുപ്പുഭാഗാകട്ടെ ഞാൻ എടുക്കയില്ലെന്ന് സ്വർഗത്തിലെ ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുക. നിങ്ങൾ മനസ്സിലായോ? എന്താ ഇവിടെ മനസ്സിലായോ? നിങ്ങൾ ഞാൻ പറഞ്ഞു വന്നേ.
ഇവിടെ സംഭവിച്ചത് ഒരു ബെൻഡിക്ഷൻ, ഒരു ആശീർവാദം കൊടുക്കുകയാണ്. പക്ഷേ ഈ ആശീർവാദം കൊടുക്കുമ്പോൾ വെറുതെ വിട്ടുകളയല്ല അബ്രഹാം ചെയ്തത്. അബ്രഹാം കണ്ണുമടച്ചത് ഏറ്റെടുക്കുക. അബ്രഹാം മനസ്സിലാക്കിയ ഈ മൽക്കിസദേക്ക് എന്ന് പറയുന്നത് അനുഗ്രഹിപ്പാൻ യോഗ്യനായതുകൊണ്ട്, അവൻ എന്നെ അനുഗ്രഹിച്ചത് കൊണ്ട് അനുഗ്രഹം എൻ്റെ ജീവിതത്തിന്മേൽ കടന്നു വരും. അനുഗ്രഹം എൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിന്മേൽ കടന്നു വരും. ഇന്ന് രാത്രി ദൈവത്തിന്റെ വിശുദ്ധപദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്താൽ അഭിഷിക്തന്മാരായ ദൈവദാസന്മാർ അനുഗ്രഹിക്കുന്നുവെങ്കിൽ ആ അനുഗ്രഹം ഏറ്റെടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എടുത്ത് ചവിട്ടുകൊട്ടയിൽ ഇടുവാൻ സാധിക്കും. ചവിട്ടുകൊട്ട ഇട്ടു കഴിഞ്ഞാലുള്ള കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അനുഗ്രഹം വരേണ്ട അനുഗ്രഹം മാറിപ്പോകുക. ഒന്നോർത്തോണേ, ദൈവത്തിന്റെ നാമത്തിൽ അനുഗ്രഹം കൊടുക്കുമ്പോൾ ദൈവജനം ആഗ്രഹിക്കേണ്ടത് അനുഗ്രഹം ഏറ്റെടുക്കുവാനായിട്ട് ആഗ്രഹിക്കണം. ദൈവജനം അനുഗ്രഹം ഏറ്റെടുക്കണം. നിങ്ങൾക്കറിയാം, എല്ലാ മാസവും നമ്മൾ ഒന്നാം വെള്ളിയാഴ്ച കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവസാനമായിട്ട് ഒരു അനുഗ്രഹം അനുഗ്രഹിക്കുന്നുണ്ട്. എന്താ അതിന്റെ കാരണമെന്നറിയാമോ? ശബ്ദത്തിലെ ദൈവത്തിന്റെ കരങ്ങൾ നമ്മുടെ മേൽ കടന്നു വരുവാൻ നിങ്ങൾ മനസ്സിലാക്കണം. അബ്രഹാമിനെ അനുഗ്രഹിച്ച അതേ അനുഗ്രഹം അബ്രഹാം കണ്ണുമടച്ചെടുത്തുകൊണ്ട് അബ്രഹാം പറയുകയാണ്, അത്യുന്നതനായ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുകയാണോ, സൗദോം രാജാവേ, എനിക്ക് വേണ്ടി ഒരു അനുഗ്രഹം വേണ്ട. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഞാൻ ഓർപ്പിക്കട്ടെ, മുൻപോട്ട് കടന്നു പോകാൻ സമയമില്ലല്ലോ, സമയം വേണ്ടി അവസാനിച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. 1-2-3 പോയിന്റുകളുണ്ട്, അടുത്ത ആഴ്ച നമുക്ക് തരാം. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു അനുഗ്രഹം അനുഭവിക്കുവാനായിട്ട് മൽക്കിസദേക്ക് ഒരുക്കപ്പെട്ടപ്പോൾ, മൽക്കിസദേക്ക് അനുഗ്രഹിക്കുവാൻ ഇടയായി തീർന്നപ്പോൾ അബ്രഹാം അത് ഏറ്റെടുക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, യേശു നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹമുണ്ട്. യേശു ക്രിസ്തുവിന് അനുഗ്രഹം ഒത്തിരിയുണ്ട്. ഇന്ന് രാത്രി ഏറ്റെടുക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, എന്റെ കർത്താവേ, എന്നെ നീ സഹായിപ്പാൻ നീ ശക്തൻ, എന്നെ വിടുവിപ്പാൻ നീ ശക്തൻ, എന്നെ രക്ഷിപ്പാൻ നീ ശക്തൻ, എനിക്ക് നീ എന്നെ നീതിയിലേക്ക് നടത്തുവാൻ നീ ശക്തൻ, എനിക്ക് സമാധാനം തരുവാൻ നീ ശക്തൻ, എന്നെ വിടുവിക്കുവാൻ നീ ശക്തൻ.